ഹായ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പോർക്ക് കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ പോർക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ നെയ്യ് വരുന്ന ഭാഗം നെയ്യ് എടുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ നെയ്യ് നന്നായി ഇളകി വരുന്നുണ്ട്. ഈ നെയ്യ് എടുത്ത കഷ്ണങ്ങൾ നമുക്ക് പോർക്കിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പോർക്കിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് കുറച്ച് സമയം വെക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ അരപ്പ് അതിന് പിടിക്കത്തുള്ളൂ. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ തക്കാളിയും സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി വഴന്ന് വരട്ടെ. സവോള നന്നായി വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് മുറിച്ച് വെച്ച തക്കാളി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ തക്കാളി ചേർക്കാറുണ്ട്, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. തക്കാളി ഇട്ട് കൊടുത്തു. നന്നായി ഇളക്കിയിട്ട് ഒരുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ച പോർക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കുക. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ തിളക്കാൻ തുടങ്ങി. ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 വിസിൽ മതി. 5 വിസിൽ ആയി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല മണം വരുന്നുണ്ട്. എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇതുപോലെയാണോ ഉണ്ടാക്കാറുള്ളത്? അല്ലെങ്കിൽ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്.